നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്ക് എന്നോ ഫേസ് മാസ്ക് എന്നോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന നമുക്ക് ഒരു ബൊട്ടോക്സിൻ്റെ തന്നെ രീതിയിൽ നമുക്ക് എഫക്റ്റ് നൽകാൻ സാധിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. ബൊട്ടോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ ഏജിങ്ങിനെ റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ഏജിങ് സയൻസ്, നമുക്ക് വാർദ്ധക്യം വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പല ലക്ഷണങ്ങളുണ്ടല്ലോ, ചുളിവുകൾ, അതുപോലെ നമ്മുടെ സ്കിന്ന് തൂങ്ങി വരിക, നമുക്ക് ഫോർഹെഡ്സിൻ്റെ ഭാഗത്ത് നമുക്ക് ഫൈൻ ലൈൻസുകൾ വരിക, കണ്ണിൻ്റെ ഭാഗത്ത് കൂടുതൽ ചുളിവുകൾ വരിക, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പുറമേ നിന്ന് നമ്മൾ ഈ ഒരു മസിൽസിനൊക്കെ തന്നെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അത് നമ്മൾ കുറച്ചും കൂടി ടൈറ്റൻ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ ഒരു ബൊട്ടോക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഫിലിം സ്റ്റാർസുകൾ, അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഒരു ബൊട്ടോക്സ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അത് സക്സസ്ഫുൾ ആവുകയും അതുപോലെ തന്നെ ചില ബൊട്ടോക്സ് ചെയ്യുന്ന സമയത്ത് അത് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ അതിനുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതികളിലൊക്കെ എല്ലാവർക്കും നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കണം എന്നില്ല. പക്ഷേ ഇതേ എഫക്റ്റ് തന്നെ നൽകുകയും എന്നാൽ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് എഫക്റ്റ് നൽകണം എന്നുള്ള രീതിയിലല്ല, നമുക്കിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചുളിവുകൾ കുറച്ച് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ടൈറ്റൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ചെയ്യാൻ സാധിക്കുന്ന 2 ഫേസ് പാക്സുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ബൊട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ടൈറ്റൻ ചെയ്ത് നിൽക്കാനും അതൊന്ന് യുവത്വം നിലനിർത്തണം എന്നുള്ളത് നമ്മുടെ എല്ലാ സ്കിന്ന് അല്ലെങ്കിൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും അവരുടെ ഒരു പ്രത്യേക ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹമായിരിക്കും ആ രീതിയിൽ നമുക്ക് ആ സ്കിന്നിനെ കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നില്ല. ഇത് നമ്മൾ പുറമേ പുരട്ടുന്ന കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് ഉള്ളിൽ ഇതുപോലെ തന്നെ നമുക്ക് ബൊട്ടോക്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രോസസ്സുകൾ, ചുളിവുകൾ കുറയ്ക്കുന്ന പ്രോസസ്സുകളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഘടകങ്ങളും കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഡയറ്റ്സിലും ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡയറ്റ്സിൻ്റെ വീഡിയോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊളാജൻ അടങ്ങിയിട്ട് നമുക്ക് ഏത് രീതിയിൽ നമുക്കൊരു പൗഡർ തയ്യാറാക്കാമെന്നോ, അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത്, കൊളാജൻ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇതിന് എടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ ആ ഒരു സ്കിന്നിനെ കൂടുതൽ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഏജിങ്ങിൻ്റെ ഫാക്ടേഴ്സൊക്കെ തന്നെ കുറയ്ക്കാൻ സഹായകരമാവുന്നതാണ്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. 1 മാസത്തിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആഴ്ചയിൽ, അതായത് 2 തരം ഞാൻ പാക്സ് പറയുന്നുണ്ട്, രണ്ടും നിങ്ങൾക്ക് ആഴ്ചയിൽ യൂസ് ചെയ്യാം. ഒന്നിടവിട്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 രീതിയിൽ 4 ദിവസത്തിനെങ്കിലും ഈ 2 പാക്സുകളും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 30 മിനിറ്റാണ് 2 പാക്സും നമ്മൾ വെക്കേണ്ട ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ ഒരു പാക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. കാരണം ഈ ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ പഴം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ, നാച്ചുറലി ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും ഈ ഒരു നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വിറ്റമിൻ സിയും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ വൈറ്റനിങ് എഫക്റ്റ് നൽകുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഏജിങ് ഫാക്ടേഴ്സ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് നിങ്ങൾ എടുക്കേണ്ടത്. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഏജിങ് പ്രശ്നങ്ങളുള്ളത്, ചുളിവുകളുള്ളത്, സ്കിൻ ടൈറ്റ് ആണോ എന്ന് ആഗ്രഹിക്കുന്നത്, ചിലർക്ക് കൈകളിൽ മാത്രമായിരിക്കും ചുളിവുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു മാസ്കോ അല്ലെങ്കിൽ പാക്ക് ഇടാൻ സാധിക്കുന്നതാണ്. ഇല്ല നെറ്റിയിൽ മാത്രമാണെന്നുണ്ടെങ്കിലും ഫേസിൽ ഫുള്ളായിട്ടുള്ളതാണ്, നെക്കിലാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. നേന്ത്രപ്പഴത്തിനാണ് കൂടുതൽ നമുക്ക് എഫക്റ്റ് നൽകാൻ സാധിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപഴങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് നല്ല പഴുത്തിട്ടുള്ള പഴങ്ങളോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ നല്ല പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം നിങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 സ്പൂണ് യോഗട്ട് അല്ലെങ്കിൽ തൈര് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. യോഗട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. യോഗട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തൈരും ഉപയോഗിക്കാവുന്നതാണ്. 1 സ്പൂണ് തൈരാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും കൂടാതെ ബ്രൈറ്റനിങ് എഫക്റ്റ് നൽകാൻ സഹായകരമാവുന്നതാണ്. അപ്പോൾ 1 സ്പൂണ് നമുക്ക് തൈര്
എടുക്കാം. ഇനി 1 സ്പൂൺ തന്നെ നമ്മൾ എടുക്കേണ്ടത് തേനാണ് എടുക്കേണ്ടത്. ഇത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താനും സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇതിനോടൊപ്പം നമ്മൾ എടുക്കേണ്ടത് 1 സ്പൂൺ തന്നെ നമുക്ക് അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. കാരണം അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഈ ചുളിവുകളുടെ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും അതുപോലെ സ്കിന്നെ ടൈറ്റൻ ആക്കാനും ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മുഖത്തും കൈകൾക്കും കഴുത്തിനും ഒക്കെ തന്നെ ഇട്ട് കൊടുത്ത് 30 മിനിറ്റിന് ശേഷം നല്ല ഒരു തണുത്ത വെള്ളത്തിൽ കഴുകി കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു 30 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഫൈൻ ലൈൻസിൻ്റെ പ്രശ്നങ്ങളുള്ളത്, അതുപോലെ സ്മൈൽ ലാഫ് ലൈൻസ് എന്ന് പറയും. അപ്പോൾ ആ ലാഫ് ലൈൻസിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കണ്ണിനെ നമ്മൾ ചിരിക്കുന്ന സമയത്ത് ആ കണ്ണിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരുപാട് ചുളിവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ചുളിവുകളൊക്കെ തന്നെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നെറ്റിയിലുള്ള ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്സ് കൊണ്ട് സാധ്യമാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈസിലി എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യവുമാണ്. ഇനി രണ്ടാമത്തെ പാക്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് പുറമേ നിന്ന് നമുക്കൊരു അധികം ചിലവൊന്നുമില്ല, പക്ഷേ ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പാക്ക് ഉപയോഗിക്കാം. ഇതും വളരെ സിമ്പിളായിട്ടാണ് മേക്ക് ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന് മാത്രമേ കാര്യമുള്ളൂ. അതിൽ നമുക്ക് ചിയാ സീഡാണ് ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ചിയാ സീഡ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ്നെസ് നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ പൂർണ്ണമായിട്ട് നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഇത് സാധിക്കുകയും സ്കിൻ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചിയാ സീഡ്സ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ആണ്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ലാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ചിയാ സീഡ്സ് നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം 1 സ്പൂണോളം, 1 സ്പൂണിൽ താഴെയായിട്ടും മതി, 1 സ്പൂണോളം തന്നെ നമുക്ക് ഈ ഒരു ചിയാ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതൊന്ന് കുതിർന്ന് കിട്ടുന്നത് വരെ ഇട്ട് വെക്കുക. അതുപോലെ തന്നെ 1 സ്പൂൺ തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ്സ് എടുത്തിട്ട് നല്ലപോലെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ഒന്ന് തീയിൽ വെച്ചിട്ട് അതിൻ്റെ ജെല്ല് ഫോം വിട്ട് വരുന്നതാണ്. നമുക്ക് അതിനകത്തുനിന്ന് ഒന്ന് നല്ലപോലെ കുറുകി വരണ്ട, എന്നാൽ അതിൻ്റെ ജെല്ല് കിട്ടുന്നത് പോലെ ഒന്ന് തിക്കായിട്ട് വരുമ്പോഴേക്കും അത് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിനകത്തുനിന്ന് ആ ജെല്ല് നമ്മൾ എടുക്കുക. അപ്പോൾ തുണിയിൽ പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ജെല്ല് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ജെല്ലും അതുപോലെ തന്നെ ഈ ചിയാ സീഡ്സ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടല്ലോ അതൊന്ന് വെള്ളം അരിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വീർത്ത് വരുന്നുണ്ടാവും ഈ ചിയാ സീഡ്സ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ ഫ്ലാക്സ് സീഡ്സ് ജെല്ലും അതേപോലെ തന്നെ ചിയാ സീഡ്സ് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ചിയാ സീഡ്സും കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു മുട്ട പൂർണ്ണമായിട്ടുള്ളത് നമ്മൾ പൊട്ടിച്ചിട്ടൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മുഖത്തും അതുപോലെ കൈകൾക്കും എവിടെയൊക്കെയാണോ ചുളിവുകളുള്ളത് ആ ഭാഗത്ത് പൂർണ്ണമായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. സ്കിൻ നല്ല രീതിയിൽ തന്നെ ടൈറ്റൻ ചെയ്യുന്നതാണ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് സ്കിന്ന് നമുക്ക് ടൈറ്റൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ഒരു 30 to 45 മിനിറ്റ് വരെ നമുക്കിത് വെക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒന്ന് കഴുകി കളയാവുന്നതാണ്. എന്നിട്ട് ഒരു തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി കളയുക. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഇതുപോലെ തന്നെ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ള മാസ്ക് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം. എന്നിട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ ഒരു പാക്കും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൂടെ തന്നെ നമുക്ക് ആ സ്കിൻ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് നൽകാൻ വേണ്ടിയിട്ടും സ്ഥിരമായിട്ട് നമ്മൾ ഇടുമ്പോഴേക്കും സ്കിന്നിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയിട്ട്, കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ മുഖം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 1-2 പ്രാവശ്യമായിട്ടും ബാക്കി 2 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നടവിട്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്കിത് ഉപയോഗിച്ച് പോരാവുന്നതാണ്. 2 മാസ്കും ഒന്നടവിട്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് പോരാവുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ആ ഒരു കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഞൊടിയിടയിൽ നമുക്ക്
അപ്പോൾ നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കുമല്ലോ നമുക്ക് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് ആ ഒരു യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് പ്രകടമായിട്ട് മനസ്സിലാവും. പക്ഷെ അത് ലോങ് ലാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുളിവുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറണം, കുറേ നാളത്തേക്ക് നമുക്ക് ആ ഒരു യുവത്വം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഏതെങ്കിലും വിഷയത്തെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക. അതൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു കമൻറ്റ് സെക്ഷനിൽ തന്നെ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.